എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ ഞാൻ ഈ ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാംസ് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്പർ 1 സാധനമാണ് കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ്. നമ്മളുടെ ഡയറ്റ് ഹൈ കാർബ് ഡയറ്റാണ്. ഇന്ത്യക്കാരുടെ ഡയറ്റ് വളരെയധികം കാർബോഹൈഡ്രേറ്റിൽ അധിഷ്ഠിതമായ ഒരു ഡയറ്റാണ്. നമ്മൾ ചോറ്, നമ്മുടെ പ്രധാന ആഹാരം ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, പറാത്ത ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിലെല്ലാം നമ്മൾ പൊട്ടാറ്റോസ്, ആലു പറാത്ത, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ഗ്ലൂക്കോസ് ലെവലും കൂടും. ഇപ്പൊ ഡയബറ്റിസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാർബോഹൈഡ്രേറ്റ് ഡയബറ്റിസ് കൂട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ വരുന്നത് നമുക്കറിയാം ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അത് സ്റ്റാർച്ചസ് ആവാം, ഷുഗേഴ്സ് ആവാം. സ്റ്റാർച്ചസ് ആയിട്ട് വരുന്ന നമ്മുടെ അരിയിലും ഗോതമ്പിലും ഒക്കെ സ്റ്റാർച്ചും, ഫ്രൂട്ടിലും മധുര പലഹാരങ്ങളിലും ഒക്കെ ഷുഗേഴ്സും, ഷുഗേഴ്സും ഒക്കെ ഉണ്ട്, പാലിലും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണം എന്ന് പറയാനുള്ളത് നമ്മുടെ അനിമൽ ഫുഡ്സും, സോയയിലെ തോഫു, അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം കുറവാണ്. പിന്നെ നമ്മുടെ പച്ചക്കറികളുടെ അന്നജം കുറവുള്ളതും അന്നജം കൂടുതലുള്ളതും ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ് നമ്പർ 1 ആകുന്നത്? അതിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നത്. നമ്മൾ ഡയബറ്റിസിനെ ഒരു ഗ്ലൂക്കോസിന്റെ കൺട്രോൾ ഇല്ലായ്മ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കൺട്രോൾ ഇല്ലായ്മയായിട്ടാണ് നമ്മൾ ഡയബറ്റിസിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഡയബറ്റിസിനെ കാണുമ്പോൾ നമുക്ക് ആ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയുന്നതാണ് ഡയബറ്റിസ് കൺട്രോൾ എന്നും, HbA1c കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഡയബറ്റിസ് റിവേഴ്സ്ഡ് ആകുന്നു എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഏതൊരു മീലിലും നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ ഇരുന്നാൽ, നിങ്ങൾ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 2 മുട്ട പൊരിച്ച് അതിൽ കുറച്ച് ടൊമാറ്റോയും ഉള്ളിയൊക്കെ ഇട്ട്, പച്ചമുളകൊക്കെ ഇട്ട്, കുറച്ച് ചോപ്പ് ചെയ്ത ക്യാബേജ് ഇട്ട് കഴിച്ചു നോക്കുക, വയറ് നിറയും. പക്ഷേ ബ്ലഡ് ഷുഗർ വളരെ കുറച്ചേ കൂടുകയുള്ളൂ. ആ ഒറ്റ മീലിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാം. അപ്പൊ കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ് ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ആദ്യം കൊണ്ടുവരുന്ന സംഭവം. അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗറും HbA1c ഒക്കെ ഡ്രമാറ്റിക് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ പ്രോഗ്രാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന ഈ ചെയ്യേണ്ട കാര്യം അവരല്ല ചെയ്യുന്നത്, ഇത് നമ്മളാണ് ഈ കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടതും ചെയ്യുന്നതും. അപ്പൊ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് അവര് പഠിപ്പിക്കുന്നത്. പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. കീറ്റോ ഡയറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരും ലോ കാർബ് ഡയറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരും ഒന്നുകിൽ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കട്ട് ചെയ്ത് 20 ഗ്രാംസ് ആക്കുകയോ അല്ലെങ്കിൽ അത് 40 to 60 ഗ്രാംസ് ആക്കുകയോ ചെയ്യുന്നു. അവരെന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മളോട് ഹെൽത്തി ഫാറ്റ്സ് കഴിക്കാൻ പറയുന്നു. കാരണം നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റിന് ശരീരത്തിന് എനർജിയാണ് കിട്ടേണ്ടത്. അപ്പൊ ആ എനർജിയുടെ മറ്റൊരു സോഴ്സാണ് ഫാറ്റ്. അപ്പൊ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ബോഡീനെ സജ്ജമാക്കുകയാണ് കീറ്റോ ഡയറ്റ് ചെയ്യുന്നത്. അത് ബേൺ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളും ബേൺ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനുള്ള ഒരു ഡയറ്റാണ് അവര് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. കീറ്റോക്കാര് ലോ കാർബും അത് തന്നെ. ലോ കാർബ് ഡയറ്റിലാണ് ഞാൻ പോയത്. അപ്പൊ എന്റെ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം. രണ്ടാമത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ റീപ്ലേസ് ചെയ്യുക. എങ്ങനെ? നമ്മളിപ്പോ കഴിക്കുന്ന ചോറും ചപ്പാത്തിയും യേക്കാളും ഷുഗേഴ്സ് കുറവുള്ള ഗ്രെയിൻസ് കഴിക്കുക, അല്ലെങ്കിൽ വളരെ പതുക്കെ റിലീസ് ചെയ്യുന്ന ഈ ഷുഗറൊക്കെ, ഇത് നമ്മുടെ ചോറും ചപ്പാത്തിയും വളരെ വേഗത്തിൽ ഷുഗർ കൂട്ടും. അതിനേക്കാൾ സ്ലോ ആയിട്ട് ഷുഗർ കൂട്ടുന്ന ഗ്രെയിൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ട്സിനകത്ത് ഉള്ള കണ്ടന്റ് ഓഫ് ഗ്ലൈസീമിക് ലോഡ് ഉള്ള കാർബോഹൈഡ്രേറ്റ് കുറവാണ്. അതുപോലെ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അത് കൂടുന്ന തോതും കുറവാണ്. കാരണം അതില് കാർബോഹൈഡ്രേറ്റ് കുറയാണെങ്കിലും ഫൈബർ കൂടുതലായിട്ടുണ്ട്. ഫൈബർ ഒരു സ്റ്റാർച്ച് ആണ്, പക്ഷെ ഡൈജസ്റ്റബിൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊന്നും ഡൈജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഉടനെ ഷുഗർ കൂട്ടുന്നില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു വിധം. കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ്? നമ്മുടെ മില്ലറ്റ് ഡയറ്റ് കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 5 പോസിറ്റീവ് മില്ലറ്റ്സിനെ കുറിച്ച് ഡോക്ടർ ഖാദർ വാലി പറയുന്നുണ്ട്. ആ 5 പോസിറ്റീവ് മില്ലറ്റ്സിനകത്ത് ഫൈബർ
കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് മില്ലറ്റിന്റെ ഗ്രെയിനകത്ത് ഉണ്ട്. അതുപോലെ അത് അത്ര പോളിഷ്ഡ് അല്ല. അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഫൈബറും ഉണ്ട് അതിനകത്തുള്ള. നമ്മൾക്ക് നോക്കിയാൽ 100 ഗ്രാമിലുള്ള കാർബോഹൈഡ്രേറ്റ് കുറവുമാണ്. അപ്പൊ അത് കാരണം മില്ലറ്റ് വെച്ച് നമ്മളുടെ ഭക്ഷണത്തിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ 1 മീലോ അല്ലെങ്കിൽ 2 മീലോ റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗർ ലോവർ ആകും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ആകാം. പിന്നെ ഉള്ളത് റെസ്ട്രിക്ഷൻ ഓഫ് പോർഷൻ സൈസസ് ആണ്. നമ്മൾ കഴിക്കുന്ന അളവ് കുറയ്ക്കുക. 1 ചപ്പാത്തി 2 ചപ്പാത്തിയോ 3 ചപ്പാത്തിയോ കഴിച്ചിരുന്നിടത്ത് 1 ചപ്പാത്തിയും ബാക്കി വെജിറ്റബിൾസും ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ കുറച്ച് പ്രോട്ടീൻ എല്ലാ മീലിലും സന്തുലിതമാക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഒന്നാമത്തേത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തേത് പോർഷൻ സൈസസ് റെസ്ട്രിക്ഷൻ, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞാല് നമ്മള് ഈ കാർബോഹൈഡ്രേറ്റ്സിന് കഴിക്കുന്ന മീലില് നമ്മൾ കുറച്ച് ഫാറ്റും പ്രോട്ടീനും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്നതിനകത്ത് അധികം പ്രോട്ടീൻ ഒന്നും കാണാത്ത ഭക്ഷണമാണ്. അത് എന്തുകൊണ്ടാണ് അത് സഹായിക്കുന്നത്? ഇതെല്ലാം കൂടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫാറ്റും പ്രോട്ടീനും നമ്മളുടെ ഡൈജഷനെ സ്ലോ ഡൗൺ ചെയ്യുകയും നമ്മുടെ ഇൻസുലിൻ സ്പൈക്സ് കുറയ്ക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം ഫൈബർ കൂടുതലായി ഉൾപ്പെടുത്തുക. അതിനു വേണ്ടിയാണ് ഫുഡ് പ്ലേറ്റ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഡോക്ടർ ശ്രീജിത്ത് കുമാറിന്റെ ഫുഡ് പ്ലേറ്റ് നോക്കിയാൽ മതി. ഹാഫ് ദ പ്ലേറ്റ് വെജിറ്റബിളും മറ്റേ ഹാഫ് നമ്മൾ ചപ്പാത്തിയോ ചോറോ, മറ്റേ ഹാഫ് അല്ല മറ്റേ 1/4 ചപ്പാത്തിയോ ചോറോ, 1/4 പ്രോട്ടീനും ഫാറ്റും, അങ്ങനെയുള്ള കുറച്ച് തൈരും നമ്മുടെ ഡൈജഷനും നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്കും. ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷനും റീപ്ലേസ്മെന്റും ജഗ്ലിങ്ങുമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് നമ്മളുടെ ബ്ലഡ് ഷുഗറിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് വരും എന്നുള്ളത് സർട്ടൺ ആണ്. എന്റെ ഫസ്റ്റ് ഡേ ഓഫ് കീറ്റോയിൽ ഷുഗർ താന്ന് ഞാനിവിടെ തലകറങ്ങി വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മില്ലറ്റ് ഡയറ്റിൽ പോയപ്പോൾ നല്ലതുപോലെ ഷുഗർ കുറയുകയും ചെയ്തു. അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഒരു കോവയ്ക്ക സ്മൂത്തി കഴിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഫൈബർ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് ധാരാളം പെക്റ്റിൻ ഉണ്ട്. വെണ്ടയ്ക്ക പോലെ വഴുവഴാന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഫൈബർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് ഞാൻ ചുമ്മാതെ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ കൺട്രോളിങ് ഡയബറ്റീസ് ഇസ് കാർബോഹൈഡ്രേറ്റ് മാനേജ്മെന്റ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ കാർബോഹൈഡ്രേറ്റ് മാനേജ് ചെയ്യുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.